നമസ്കാരം ചെൽസി മലു ഫാൻസ്, വാട്സ്ആപ്പ് വാട്ട് ന്യൂസ്? ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് ചെൽസി വേഴ്സസ് സിവിയ 0-0 ഡ്രോ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളെ നമ്മളൊരു 0-0 ഡ്രോ മാച്ച് കണ്ടിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കുറെ സംസാരിക്കാനുണ്ട് ഇന്നത്തെ മാച്ച് റിവ്യൂവിനെ കുറിച്ച്. ഈ മാച്ച് റിവ്യൂ ഞാൻ 4 ഘടകമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യം ലൈനപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസിനെ കുറിച്ച് ചർച്ച ചെയ്യും. മൂന്നാമത്തെ കാര്യം നമ്മൾ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി എക്സ്ക്ലൂസീവ് മലയാളത്തിൽ മിസ്റ്റർ മൗണ്ടാൾഡോന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാൻ ഇടയുണ്ടാവുന്നു. അതും എക്സ്ക്ലൂസീവ്ലി ഫോർ ചെൽസി മല്ലു ഫാൻസ്. നിങ്ങളുടെയൊക്കെ ഭാഗ്യം ആലോചിച്ചു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് വൈകാണ്ട് ലൈനപ്പിലേക്ക് കിടക്കാം. എന്റെ ലൈനപ്പ് പ്രിഡിക്ഷനിൽ നിന്ന് ഒരു മാറ്റം. ഞാൻ മേസൺ മൗണ്ടിനെ മടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ ലാംപാർഡിന് മടുത്തിട്ടില്ല. അതുകൊണ്ട് മൗണ്ടാൾഡോവിനെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുകയും ലെഫ്റ്റ് വിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ കളിക്കേണ്ട പുളിസിക്കിനെ റൈറ്റ് വിങ്ങിലും കളിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഇപ്പൊ ട്വിറ്ററിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണ്ടെ ജോർഗിനിയോ പിവറ്റ് ആയിരുന്നു മിഡ്ഫീൽഡിൽ. ഐ തിങ്ക് ദാറ്റ് വാസ് എ റിയലി ഗുഡ് ചോയ്സ്. വൺ ഓഫ് ദ പ്രൂവൺ മിഡ്ഫീൽഡ് പിവറ്റ് ആണ്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ രണ്ട് പിവറ്റിനെ കാണാൻ നമുക്ക് ഇടയുണ്ടായി. നമ്മുടെ ഗോൾ കീപ്പർ മെൻഡി, എന്റെ പൊന്നും മച്ചന്റെ, പുള്ളിക്കാരന്റെ അടുത്ത് ബോൾ പോകുമ്പോൾ ഒരു മനസ്സിന് ഒരു സമാധാനമുണ്ട്. ദെൻ വി ഹാഡ് തിയാഗോ സിൽവ, എക്സലന്റ് പെർഫോമൻസ്. സൂമ ആൻഡ് ചിൽവെൽ ആൻഡ് റീസ് ജെയിംസ്. റീസ് ജെയിംസിനെ കുറിച്ച് പലവർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്, എനിക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ ആസ്പിലക്കുട്ടിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. പക്ഷേ ഇന്നത്തെ കളി പെർഫോമൻസ് വെച്ചിട്ട് റീസ് ജെയിംസ് എല്ലാവരെയും അത് കറക്റ്റായിട്ട് കാണിപ്പിച്ചു എന്തുകൊണ്ട് റീസ് ജെയിംസ് സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്നുള്ളത്. ഹി റിയലി പെർഫോംഡ് വെൽ ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് ന്യൂസ് ഫോർ അസ്. ആൻഡ് ഫൈനലി ദ ഫ്രണ്ട് കോംബോ ഓഫ് കായ് ഹാവേർട്സ്, വെർണർ ആൻഡ് Pulisic in the right wing. Okay, so this was a team lineup. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പൊ ചിലവര് ഈ കളി കാണാൻ ഇടയുണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ. ആദ്യത്തെ ഒരു 30 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ സെവിയയ്ക്കായിരുന്നു കൂടുതൽ പൊസിഷൻ. ഒരു 60% പൊസിഷൻസ് ഉണ്ടായിരുന്നു സെവിയയ്ക്ക്. പക്ഷേ എന്നാൽ തന്നെയും അവർക്ക് അതൊരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. വി വെർ ഓർഗനൈസ്ഡ് വെരി ഡിഫെൻസീവ്ലി. നമ്മളൊരു കുറച്ചും കൂടി ഒരു ഡീപ്പ് ഡിഫെൻസീവ് ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വി വർ ലുക്കിംഗ് ടു കൗണ്ടർ അറ്റാക്ക്, എസ്പെഷ്യലി വേർണറിന്റെ പേസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ആൻഡ് 1-2 തവണ നമുക്കത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, പക്ഷേ അത് ഫുള്ളി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. വേർണറിന്റെ പെർഫോമൻസ് ഞാൻ സംസാരിക്കുന്നുണ്ടാവും കുറച്ച് നേരത്തിനുള്ളിൽ. സോ ഓവറോൾ വി വർ ഡിഫെൻസീവ്ലി വെരി കോമ്പാക്ട്, നല്ല ടൈറ്റ് ആയിരുന്നു. സെവിയയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസസ് ഒന്നും കൊടുക്കുകയുണ്ടായില്ല. ആൻഡ് വി വർ പ്രിറ്റി വെൽ ഓർഗനൈസ്ഡ് ഇൻ ദ വെരി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് വരുന്നു, നമ്മൾ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ഇന്റൻഷൻ കാണിക്കുന്നു. എന്തോ അബദ്ധവശാൽ പുളിസിക്ക് ലെഫ്റ്റ് വിംഗിൽ വരുന്നു, മൗണ്ടാൾഡോനെ റൈറ്റ് വിംഗിലേക്ക് ഇടുന്നു. ദ മൊമെന്റ് പുളിസിക് കംസ് ഇൻ ദ ലെഫ്റ്റ് വിംഗ്, ഹി സ്റ്റാർട്ട്സ് അറ്റാക്കിംഗ്. ആ ഒരു 5 മിനിറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ അറ്റാക്കിംഗ് ത്രെറ്റ് ആയിട്ട് കാണാൻ ഇടയുണ്ടായത്. പുളിസിക് ആൻഡ് ചിൽവെൽ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ട് അവിടെ അവർ തമ്മിൽ പാസ് ചെയ്യണത് നമുക്ക് കാണാൻ ഇടയുണ്ടായി. മൗണ്ടാൾഡോയും ചിൽവെലും തമ്മിലുള്ള ഒരു ലിങ്കപ്പ് ഉണ്ടായിട്ടില്ല, പക്ഷെ വി ഇമ്മീഡിയറ്റ്ലി സോ ആൻ ആക്ഷൻ. ലാംപാർഡിന് ഇഷ്ടപ്പെട്ടില്ല, മൗണ്ടാൾഡോനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്ന ലാംപാർഡിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞു പുളിസിക്കിനെ വീണ്ടും റൈറ്റ് വിംഗിലിട്ടു, മൗണ്ടാൾഡോനെ ലെഫ്റ്റ് വിംഗിൽ ഇടുകയുണ്ടായി. ആൻഡ് അതുകൊണ്ട് വീണ്ടും കളി പഴയ പേസിൽ തന്നെ പോയി. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമ്മൾ കാണിക്കേണ്ടായി, പക്ഷേ രണ്ട് ടീമും തന്റെ സ്ട്രെങ്ത്സ് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടാണ് കളിച്ചിരുന്നത്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ആസ് എഫ് ബോത്ത് ടീംസ് വെർ റെസ്പെക്ടിങ് ഈച്ച് അതർ. ഉദാഹരണത്തിൽ സെവിയ വാസ് വെരി ക്ലിയർ അബൌട്ട് നമ്മുടെ വേർണറിന്റെ പേസ്, പുളിസിക്കിന്റെ പേസ്, കായ് ഹാവേർട്സിന്റെ പേസിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരും വളരെ കോഷ്യസ് ആയിട്ട് കളിക്കുകയുണ്ടായി. നമ്മളും അവരുടെ അറ്റാക്കിംഗ് ത്രെറ്റ്സ് വളരെ കുറവായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയുണ്ടായി. ആൻഡ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റാറ്റ്. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഓവറോൾ പൊസിഷൻ ചെൽസിക്ക് 44% അതിന്റെ അർത്ഥം സെക്കൻഡ് ഹാഫിൽ നമ്മൾ അത്യാവശ്യം പൊസിഷൻ നേടിയെടുത്തു. തിരിച്ച് പാസ് ആക്യുറസി പ്രിറ്റി ഗുഡ്. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആകെ കൂടെ 2 ഷോട്ട്സ് മാത്രമേ സെവിയയ്ക്ക് ടാർഗറ്റിൽ അടിക്കാൻ സാധിച്ചുള്ളൂ. നമുക്ക് 4 ഷോട്ട്സ് അടിക്കാനുള്ള സാധ്യതയുണ്ടായി. And overall they had to make 4 saves, we had to make 2 saves. അതിൽ ഒരു സേവ് ഈസ് മെൻഡിയുടെ ഒരു റിഫ്ലക്ഷൻ ആക്ഷൻ ആയിരുന്നു. സെവിയയുടെ ഒരു ഹെഡർ സൂമയിൽ നിന്ന് ഡിഫ്ലക്ട് ആയി ആൻഡ് മെൻഡി ഒരു ഏകദേശം ഈ ലെഫ്റ്റ് ഹാൻഡിൽ കൊണ്ട് ഇങ്ങോട്ട് കോരി അങ്ങോട്ട് എടുത്ത് കളയായിരുന്നു. ഒരു ഗുഡ് റിഫ്ലെക്സ് സേവ്. ഒരു പക്ഷേ കെപ്പ ആയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഗോൾ പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ചാണ്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മെൻഡി ഹിംസെൽഫ്. ഗുഡ് പെർഫോമൻസ്, വെരി കാം അണ്ടർ പ്രഷർ. പുള്ളിക്കാരന്റെ പ്രത്യേകിച്ച് ലോങ് ബോൾ ആക്യുറസി ആദ്യ മിനിറ്റുകളിൽ തന്നെ എനിക്ക് കാണാൻ ഇടയുണ്ടായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോങ് ബോൾ ആക്യുറസിയാണ് മെൻഡിക്കുള്ളത്. വെരി കാം അണ്ടർ പ്രഷർ, വെരി ക്ലിയർ ആസ് ടു വാട്ട് ടു ഡു.
സിൽവ ആൻഡ് സൂമ ഗുഡ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ സൂമെ 2 തവണ സെക്കൻഡ് ഹാഫിൽ ബോൾ മിസ്കൺട്രോൾ ചെയ്യുകയുണ്ടായി. ഒരു തവണ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് കൗണ്ടർ അറ്റാക്ക്. ചിൽവലിന്റെ ട്രാക്ക് ബാക്ക് കാരണം ആ അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ഇടയുണ്ടായി. രണ്ടാമത്തെ മിസ്കൺട്രോളും അധികം നമുക്ക് ബാധിക്കാൻ ഇടയുണ്ടായില്ല. പക്ഷേ സൂമ മിസ്കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് ചെൽസിക്ക് വേണ്ടി. കാരണം അതിനുശേഷം പുറകിൽ ആരുമില്ല. സോ ദാറ്റ് വാസ് എ ലിറ്റിൽ ഡൗണർ ഫോർ മീ ഫ്രം സൂമ. സിൽവ വാസ് എക്സലന്റ്. ഡിഫൻസീവ് ഓർഗനൈസേഷൻ കിടിലമായിരുന്നു. ഒരു തവണ ഒരൊറ്റ ക്രോസിൽ സെക്കൻഡ് ഹാഫ് സെവിയുടെ ഒരു ക്രോസ് സ്ട്രൈക്കറിന് കിട്ടിയതിന്റെ പകരം പുള്ളിക്കാരൻ ഒന്ന് ചാടി ആ ബോൾ ഒന്ന് ഹെഡ് ചെയ്തു, റീഡയറക്ട് ചെയ്തു. സോ സിൽവാസ് ഡിഫൻസീവ് ഓർഗനൈസേഷൻ കാണാൻ ഇടയുണ്ടായി നമുക്ക് ഇന്നത്തെ കളിയിൽ. കാരണം വി വർ മച്ച് കോമ്പാക്ട്. സ്പീക്കിംഗ് ഓഫ് അവർ റൈറ്റ് ബാക്ക് റീസ് ജെയിംസ്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും കിടിലം പെർഫോമൻസ് സത്യം പറഞ്ഞ റീസ് ജെയിംസിന്റെ തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ല. ഹി വാസ് റണ്ണിങ്, ഹി വാസ് ഡിഫെൻഡിങ്, ഭയങ്കര ഫിസിക്കലാണ്. ഒരു ടാങ്കിനെ പോലെ തന്നെയായിരുന്നു. സില്ലി മിസ്റ്റേക്സോ ഫൗൾസോ ഒന്നും കൊടുക്കലുണ്ടായില്ല. ഹാർഷ് ടാക്കിൾസിന് വേണ്ടി പോകുന്നുണ്ട്. കുറെ കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റീസ് ജെയിംസ് ഇസ് ഗോണ ഇംപ്രൂവ്. ചിൽവലിന് വളരെ മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. അധികമായിട്ട് ക്രോസസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം വി വർ ഡിഫെൻസീവ്ലി മോർ ഓർഗനൈസ്ഡ്. അങ്ങനെ ഫുൾ ബാക്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തില്ല ലാംപാർഡ് നിങ്ങൾ മുന്നിലോട്ട് പോകുന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പോലെ മൗണ്ടാൾഡുമായിട്ട് ഒരു ലിങ്കപ്പ് വരാത്തത് കൊണ്ട് ഒരു പക്ഷേ ചിൽവലിന് അധികം ഫോർവേഡായിട്ട് പോകാനായിട്ടുള്ള ഇടയുണ്ടായിട്ടില്ല. പക്ഷേ ഹി ഹാഡ് എ ഗുഡ് പെർഫോമൻസ് ആൻഡ് ചിൽവൽ ഇസ് സോ ബ്രില്യൻറ്റ് ഏരിയലി. ഇൻഫാക്ട് ഈ സീസണിൽ നമുക്ക് കാണാൻ ഇടയുണ്ടാവുന്ന ഒരു കാര്യം, ഏരിയലി വി ആർ വിന്നിങ് എ ലോട്ട് ഓഫ് ടാക്കിൾസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുകയുണ്ടായി ഏരിയയിൽ നമ്മൾ 16 ഏരിയൽ ഡുവൽസ് ആണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് എന്നുള്ളത്, വിച്ച് ഇസ് എക്സലന്റ്. ആൻഡ് വി വൺ 22 ടാക്കിൾസ്, വിച്ച് ഇസ് അഗൈൻ ഫാന്റാസ്റ്റിക്. സ്പീക്കിംഗ് ഓഫ് ജോർഗീനിയോ ആൻഡ് കാണ്ടെ പിവറ്റ്, ജോർഗീനിയോ ആദ്യം തന്നെ ഒരു യെല്ലോ കാർഡ് നേടിയെടുത്തു. കാരണം പുള്ളിക്കാരനെ വിട്ടിട്ട് ഒരു മിസ് പാസിന്റെ പേരിൽ പ്ലെയർ ഓടാൻ പോകണ്ടേ പുള്ളിക്കാരൻ വലിച്ചിട്ട് നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. കാണ്ടയുടെ പ്രതി ഡീസന്റ് ഗെയിം. ഇതുവരെ കാണ്ടയുടെ ഒരു സ്ട്രോങ് പെർഫോമൻസ് ഇതുവരെ നമുക്ക് കാണാൻ ഇടയുണ്ടായിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഹി വാസ് ഓവറോൾ പ്രതി ഫൈൻ. Kai Havertz physically very good, trying to move the ball forward. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ സെവിയ വാസ് ഓർഗനൈസ്ഡ് വെരി മച്ച് ആൻഡ് അവര് നമ്മുടെ കംപ്ലീറ്റ് പാസസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചു. പുളിസിക് റൈറ്റ് വിംഗിൽ കളിക്കുന്നതുകൊണ്ട് അധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. മൗണ്ടാൾഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു ഓടുന്നു, ആർക്ക് വേണ്ടി ഓടുന്നു ആർക്കും അറിയില്ല. പിന്നെ വേണറിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കാരണം 1-2 ഹാഫ് ചാൻസസ് വേണറിന് കിട്ടുകയുണ്ടായി. ആ ഒരു ഹാഫ് ചാൻസ് ഒരു പ്രോബബ്ലി ഒരു ഡിയോഗോ കോസ്റ്റ, ഒരു ഡ്രോഗ്ബ, ഹാരി കെയ്ൻ, സെർജിയോ അഗ്വേറോ എന്നിവ പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് ദാറ്റ് 50-50 ചാൻസ് ചെയ്യുന്ന ഒരു 1 ഗോൾ. ഇപ്പൊ PSG വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹൈലൈറ്റ്സ് കാണാൻ ഇടയുണ്ടായി. അതിനകത്ത് റാഷ്ഫോർഡ് 85ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്യുന്ന ഒരു ഗോൾ, ഒന്നുമില്ലാത്തൊരു പൊസിഷനിൽ നിന്ന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് സ്കോർ ചെയ്തു, നല്ലൊരു സ്ട്രൈക്ക്. അതുപോലെ ഒരു സ്ട്രൈക്കറാണ് ശരിക്കും പറഞ്ഞ വേണർ. കുറെ കൂടെ ഷാർപ്പായിരുന്നെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു 1 ഗോൾ ഉണ്ടായേനെ. പിന്നെ 1-2 ഷോട്ട്സ് കുറെ കൂടുതൽ എന്താ പറയുക ഓപ്പോസിഷൻ ഗോൾ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റെഡി ഉണ്ടായിരുന്നേനെ. ഞാൻ അധികം ഹാഷ് ആവുന്നില്ല, കാരണം സിവിയാസ് ഡിഫൻസ് വാസ് വെരി വെൽ ഓർഗനൈസ്ഡ്. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന ZH അധികം ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇടയുണ്ടായിട്ടില്ല. ZHന്റെ ഇൻവോൾവ്മെന്റ് ഇതുവരെ നമ്മൾ ടീമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടാമി എബ്രഹാമും കാലം ഹഡ്സനോടും അധികം ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായില്ല. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ഇനി നമുക്ക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വിത്ത് മൗണ്ടാൾഡോ, ഓൺലി ഫ്രം ചെൽസി മനു ഫാൻ. മൗണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദി ഇന്റർവ്യൂ. പറയൂ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? മൗണ്ടാൾഡോ, താങ്കളുടെ പെർഫോമൻസിനെ കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മാമൻ പറഞ്ഞു നല്ല കളിയാണ് എന്നുള്ളത്. ഏത് മാമൻ? ലാംപാർഡ് മാമൻ. എനിക്ക് മാമനാണ് ലാംപാർഡ് മാമൻ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ലാംപാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ താങ്കളുടെ റോൾ എന്താണ് മൗണ്ടാൾഡോ ടീമിലെ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മാമൻ പറയും കളിക്കാനായിട്ട്, ഞാൻ അവിടെ കളിക്കും. കൊള്ളാം. എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കളിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമൻ പറയും. ഇപ്പൊ മാമൻ പറയും അങ്ങോട്ട് ഓടും, ഞാൻ അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടും. എൻ്റെ അടുത്ത് മാമൻ പറഞ്ഞിരിക്കുന്ന കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കളികളും എന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന മാമൻ പറഞ്ഞു. മാമൻ അങ്ങനെ പറഞ്ഞു, മാമൻ പറഞ്ഞ് എന്നെ എല്ലാ കളിയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നുള്ളത്. അത് കൊള്ളാം. അപ്പൊ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഞാൻ ലെഫ്റ്റ് വിങ് തന്നെ ഞാൻ പുളിസിക്കിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. പുളിസിക്ക് മാമനും തമ്മിൽ അത്രയ്ക്ക് ചേർച്ചയില്ല. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മാമൻ എന്നെ ഇഷ്ടം. അതുകൊണ്ട് മാമൻ എന്നെ എപ്പോഴും ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുള്ളൂ. കൊള്ളാം. താങ്ക് യു. വളരെ നല്ല മനോഹരമായിട്ട് കളിച്ചു. എനിക്കറിയാം മാമൻ പറഞ്ഞു ഞാൻ മനോഹരമായിട്ട് കളിച്ചു എന്നുള്ളത്. ശരി, താങ്ക്സ് മൗണ്ടാൾഡോ. ഓക്കെ, ശരി, ബൈ. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്, അതായിരുന്നു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വിത്ത് മൗണ്ടാൾഡോ. നിങ്ങളുടെ റിവ്യൂ എന്ത് തോന്നി? എങ്ങനെ തോന്നി നിങ്ങളുടെ നമ്മുടെ ടീമിന്റെ പെർഫോമൻസ്? ഐ ആം ടോട്ടലി ഹാപ്പി. കാരണം നല്ലൊരു ഡിഫൻസീവ് ഓർഗനൈസേഷൻ ആയിരുന്നു.
വി വർ വെൽ എന്താ പറയുക ഇൻ ഷേപ്പ്, ക്ലീൻ ഷീറ്റ്സ്. അഗെയിൻ ഫസ്റ്റ് ഗെയിം ആണ്, ഇനിയും 2 മത്സരമുണ്ട്, നമുക്ക് ജയിക്കാനായിട്ടുള്ള 2 മത്സരം ഇനിയും നമ്മൾ കാണുന്നു. സോ ഓവറോൾ ഗുഡ് പെർഫോമൻസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിനെതിരെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇടയുണ്ടായതിൽ വളരെ സന്തോഷം. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ ബിഗ് ഗെയിം ദിസ് സാറ്റർഡേ. ആൻഡ് ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ.